ഇപ്പം നമ്മൾ മൈഗ്രേഷനെ കുറിച്ച് പറഞ്ഞു, എല്ലാവരും പുറത്തേക്ക് വരുന്നു. ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും യൂറോപ്പ് അല്ലെങ്കിൽ കാനഡ എന്നൊക്കെ ഒരു സ്വർഗീയമായ ഒരു ചിന്താഗതിയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ തിരുമേനി എത്രയോ വർഷമായിട്ട് യൂറോപ്പിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കും. യൂറോപ്പിൽ സ്ഥിരമായിട്ട് പഠിക്കുകയും പിന്നീട് ഭദ്രാസനത്തിനും ചുമതലയൊക്കെ ആയിട്ട് ആളുകളെ കാണുന്നു, സംസ്കാരവും പരിമിതികളൊക്കെ കാണുന്നു. ഞാനും കുറച്ച് നാളുകളായിട്ട് യൂറോപ്പിലുള്ളത് കൊണ്ട് UK-ലും യൂറോപ്പിലും ഒക്കെ കണ്ടുവന്നൊരു കാര്യം, നമ്മുടെ കുട്ടികളൊക്കെ വരികയും ഇവിടെ വന്നാൽ പഠിക്കുന്നതിനോടൊപ്പം ജോലി ചെയ്യണം, ജോലി ചെയ്യുന്നതും ചുമ്മാ ഇരുന്നാൽ പൈസ കിട്ടില്ല, അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. ഇതിനോടൊപ്പം അമിത സ്വാതന്ത്ര്യവും അത് ജീവിതത്തെ പല രീതിയിൽ വഴിമാറ്റത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെയാണ്. അവിടെ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ യഥാർത്ഥ ജീവിത മാർഗത്തിലൂടെ കൊണ്ടുപോകുവാൻ സാധിക്കുന്നത്? സഭയ്ക്കുള്ള പരിശുദ്ധ സഭയ്ക്ക് അതിൻ്റെ അകത്ത് എത്രമാത്രം ഇടപെടാൻ പറ്റും? അച്ഛൻ്റെ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനിപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ ഏതാണ്ട് 30 വർഷമായി ഞാൻ യൂറോപ്പുമായിട്ടും കാരണം ഇപ്പോൾ ഇവിടെ എൻ്റെ ലൈഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 30 വർഷത്തെ ഇവിടുത്തെ ട്രാൻസിഷനും ഈ ഡെവലപ്മെൻറ്റും എനിക്കറിയാം. അവിടുത്തെ നാട്ടിലത്തെ പള്ളി കാലിയാവുന്നതിൻ്റെ ബെനിഫിറ്റ് ഞാൻ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനിപ്പോൾ എത്ര വർഷമായി ഇവിടെ വന്നത്? 15 വർഷമായി അച്ഛനിവിടെ. അപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ പള്ളികൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ആംഗ്ലിക്കൻ ബിഷപ്പ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ നമ്മുടെ ആളുകൾ, ഞാൻ കുർബാനയ്ക്ക് എന്ന് ഒരു 10-70 പേരെ ചെറുപ്പക്കാർ, പിള്ളേരും കൊച്ചുങ്ങളാണ് പറഞ്ഞു. കഴിഞ്ഞ ഒരു 30 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ട് അടുത്ത ചെറുപ്പക്കാരും പിള്ളേർ ഈ പള്ളിയത്ത് വരും. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ജോലിക്ക് വന്നതായിരിക്കും, പക്ഷെ ദൈവം പണ്ട് ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ മിഷന് വന്നു, നിങ്ങളെ മിഷണറിമാരായിട്ടാണ് ഇങ്ങോട്ട് അയച്ചേക്കുന്നത്. അപ്പം അവർ കാണുന്നൊരിതാണ്, ഇവിടെ ഈ സെക്കുലറിസം ഒക്കെ കൊണ്ട് ഇതായിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഇവിടേക്കൊരു മിഷണറിമാരായിട്ടാണ് ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങളെപ്പോലെ നമ്മുടെ അച്ഛന്മാർ കുറച്ച് പേര് നമുക്കിവിടെ ഇപ്പോൾ യൂറോപ്പിലുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അതായത് യൂറോപ്പിൽ ഞാനന്ന് ചുമതല എടുക്കുമ്പോൾ 2004 ചുമതല എടുക്കുമ്പോൾ അച്ഛനറിയാം, നമുക്ക് UK-യിൽ ആകെ 2-3 സ്ഥലത്താണ് നമുക്ക് കുർബാന ഉണ്ടായിരുന്നത്. അയർലൻഡിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് 3 സ്ഥലങ്ങളിലാണ് യൂറോപ്പിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടെ നിന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് 2008 ഞാൻ അവിടുത്തെ UK-യുടെ അയർലൻഡിനെ ചുമതല വിടുമ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടെ യൂറോപ്പിൽ 21 ഇടവകൾ പരിശുദ്ധ പാത്രികീസ് ബാവ. ആ സമയത്താണ് നമ്മൾ അവിടുത്തെ എല്ലാ സിറ്റികളിലും നമ്മൾ അന്നിവിടെ ഇടവകൾ ആരംഭിച്ച് ഇതിറങ്ങാൻ സാധിച്ചത്. പക്ഷെ ഇവിടെ യൂറോപ്പ്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രേലിയ ഇവിടെയൊക്കെ എന്നാലും ഈ 2, 3, 4 ഇടവകളിൽ നിൽക്കുകയായിരുന്നു. പിന്നെ അച്ഛൻ അവിടെ നമ്മളുടെ നോർവേയിലും അതുപോലെ തന്നെ നമ്മുടെ ഡെൻമാർക്കിലും ഒക്കെ അച്ഛൻ അവിടെ കുർബാന തുടങ്ങി. അച്ഛൻ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പം ഞാൻ ഇപ്പോ കഴിഞ്ഞ വർഷം മാത്രം നമുക്കിപ്പോൾ ഇവിടെ യൂറോപ്പിൽ, ജർമ്മനിയിൽ തന്നെ 8-9 സ്ഥലത്ത് നമുക്ക് കുർബാന തുടങ്ങാൻ പറ്റി. യൂറോപ്പിൽ ഇപ്പോൾ 24 സ്ഥലത്ത് നമുക്ക് ഇടവകൾ ഈ 2-3 വർഷത്തിനുള്ളിൽ നമുക്ക് തുടങ്ങാൻ പറ്റി. അതെന്തുകൊണ്ടാണ്? ഈ നാട്ടിൽ നിന്ന് വന്ന നമ്മുടെ സ്റ്റുഡൻസാണ് 90%. അവരെ വെച്ചുകൊണ്ട് അപ്പം അവിടെ നമ്മൾ എന്താ ഒരു പോളിസി എടുത്തേക്കണേ? അത് പണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തത്. യൂറോപ്പിൽ 5 പേരുണ്ടോ കുർബാന തുടങ്ങും. അത് പിറ്റേ ആഴ്ച കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹാംബൂർഗിൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ അന്ന് 6 പേരാണ് കുർബാനയ്ക്കുള്ളത്. ഇപ്പം അത് 70 പേരോളം അവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അവിടുത്തെ ലോസ് ഇവിടെ നമുക്ക് വലിയ സഭയ്ക്ക് വലിയ അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അച്ഛൻ പറഞ്ഞ ഒരു ചലഞ്ച്, ഇവിടെ ഏറ്റവും വലിയ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർ വരുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലമായ ലോകം, ആരും അവരെ നിയന്ത്രിച്ചുകൊണ്ട് നടക്കാൻ ഇല്ലാതെ ലോകം. മൂന്നാമത്തത്, സ്വന്തമായിട്ട് വരുമാനമാർഗം പഠനത്തോടൊപ്പം കണ്ടെത്തേണ്ട സാഹചര്യങ്ങൾ, അവിടെ ആവശ്യത്തിലധികം ടെൻഷൻസ്. നാട്ടിലെ പോലെയുള്ള ഇതൊന്നുമല്ല. പഠനത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും 100% ഇവിടെ ഇതുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. ഇതിന് ഞാൻ 2 കാര്യങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ഒരർത്ഥത്തിൽ പറയും, നാട്ടിലെ എല്ലാവരെയും പിള്ളേരെ ഒരു
5-6 മാസത്തേക്ക് നമ്മൾ യൂറോപ്പിലോ ഗൾഫിലോ കൊണ്ടുവന്നിടണം. അവരൊരു മനുഷ്യരാകും, ജീവിതം പഠിക്കും. ഇപ്പൊ ഞാൻ കണ്ട ഒരു വലിയ വീട്ടൊരു കൊച്ചാണ്. ഞാനൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ, ഇവിടെ യൂറോപ്പില് ഡിസംബറിലാണ്, പിസ്സ സർവീസിന് സൈക്കിളിൽ ചവിട്ടിക്കൊണ്ട് വേറെ തണുത്ത് വിറച്ച് ആ ജോലിയുടെ മഹത്വവും ജോലി എങ്ങനെയാണ് അപ്പനും അമ്മയും പൈസ ഉണ്ടാക്കി തരുന്നത്. നമ്മളിപ്പോൾ നാട്ടിൽ പലപ്പോഴും പിള്ളേർക്ക് അതിന്റെ വാല്യൂ നമുക്ക് കാരണന്മാരെ അറിയിക്കാറില്ല. രണ്ടാമത് തൊഴിലിന്റെ മഹത്വം അറിയാൻ. മൂന്നാമത് ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ അതൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എന്നാൽ മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട്, നമുക്ക് നന്നാകണമെങ്കിലും നശിക്കണമെങ്കിലും രണ്ടിനുമുള്ള ഗോൾഡൻ ചാൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ വരുന്ന നമ്മുടെ പിള്ളേര് നല്ലൊരു ശതമാനം, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് പോരാൻ നേരത്ത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോരുന്നതിന് മുൻപ് ഇവിടെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ അച്ഛന്മാരുണ്ട്, അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യും. ഒത്തിരി പിള്ളേർ ഇപ്പോൾ ജർമ്മനിലൊക്കെ വരാൻ സമയത്തൊക്കെ ആണെങ്കിൽ പറയുമ്പോൾ അച്ഛനറിയാം, അച്ഛനോട് തന്നെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവർക്ക് അക്കോമഡേഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല, അവർക്ക് ഇവിടെ വന്നാൽ ജോലിയുടെ ഉണ്ടാവില്ല, ആരെയും അറിയാൻ പറ്റില്ല. അവിടെയൊക്കെ നമ്മൾ നമ്മുടെ പള്ളി ഇടവകയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറയും. അപ്പൊ അതിന്റെ കാര്യം എന്താ, ഇവരുടെ സെക്കൻഡ് ഹോം എന്ന് പറഞ്ഞാൽ ഇവിടെ പള്ളിയുള്ളൂ. എന്തെങ്കിലും ആവശ്യം വന്നു കഴിയുമ്പോൾ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഒരു പയ്യൻ അച്ഛനറിയാലോ, ഇവിടെ ഒരു മരണം നടന്നിട്ട് ആൾ സൂയിസൈഡ് ആയിരുന്നു. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ആ ഫാദർ എന്നെ വിളിച്ചു. ഞാൻ അവിടുത്തെ നമ്മുടെ അച്ഛനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, 3 വർഷമായി എന്നോട് വന്നിട്ട് അവൻ പള്ളിയിൽ വന്നിട്ടില്ല. എന്നിട്ട് പള്ളിയിൽ നിന്ന് 8,000 രൂപയോളം പിടിച്ച് നമ്മൾ ഭരിച്ചാണ് ബോഡി കയറ്റത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ പിള്ളേര് ഇവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ലോകം, പൈസ കയ്യിൽ കിട്ടും, അവർക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ട്, എല്ലാ സ്വാതന്ത്ര്യവും. അവിടെ ഒരു പിന്നെ സെക്കുലർ വേൾഡ് ആണ്. അവിടെ ചില സമയത്ത് കുരിശു വരച്ച് പബ്ലിക്കായിട്ട് ഞാൻ വിശ്വാസിയാന്ന് പറയുന്നത് പോലും ആക്ഷേപമായിട്ട് കാണുന്നൊരു ഇതാണ്. നമുക്ക് നാട്ടിലത്തെ ഗുണമെന്ന് പറഞ്ഞാൽ ആ മണ്ണ് പോലും റിലീജിയസ് ആണ്. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രത്യേകത, ഒരു മൈനോറിറ്റി വിശ്വാസികളുള്ളൂ, അത് കറ തീർന്നതാണ്. അവർ ക്വാളിറ്റേറ്റീവ്ലി ദേ ആർ ഫാർ ബെറ്റർ നമ്മളെ കാലം. അപ്പോൾ ഇവിടെ ഈ പിള്ളേരെ അവർക്കൊരു ഒന്നാമത് അവരുടെ സ്വാതന്ത്ര്യത്തെ എങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, ആരും നിയന്ത്രിക്കാതെ സ്വയം നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ അവരെ എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് ഒത്തിരി ചലഞ്ച് പ്രശ്നങ്ങളുണ്ട്. ഒറ്റയ്ക്ക് നാട്ടിൽ ആരെങ്കിലും സപ്പോർട്ടുണ്ട്, ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഇവർ തന്നെ ഡിപ്രഷനിലും ഒത്തിരി പ്രതിസന്ധികൾ, ജോലിയില്ല, യൂറോപ്പിലെ സാഹചര്യങ്ങൾ മാറി. ഒരു 5 വർഷത്തെ ജർമ്മനിയോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. ഇവിടെ ജോലിയില്ല, സാധനങ്ങളുടെ വിലക്കയറ്റം, റെന്റ്, പിന്നെ അതുപോലെ റെഫ്യൂജീസിന്റെ വരവോടുകൂടെ അറിയപ്പെട്ടിരിക്കുന്ന റേസിസം ചില സ്ഥലങ്ങളിൽ, ചില രാജ്യങ്ങളിൽ അത് വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പണ്ടത്തെ ഒരു ഡ്രീം ലാൻഡ് അല്ല ഈ യൂറോപ്യൻ രാജ്യങ്ങളോ ഇവർ വരുന്ന രാജ്യങ്ങള്. അപ്പൊ അതുകൊണ്ട് പലരും എന്താ പഠനം കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ നിൽക്കുന്നു. അപ്പൊ ഈ സാഹചര്യങ്ങളിൽ ഇവര് ഡിപ്രഷനും, ഇവർക്ക് അങ്ങനെയുള്ള വലിയ ചലഞ്ചസ്. അത് മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത്, നാട്ടിലാണ് എന്താണെങ്കിലും പള്ളിയിൽ പോടാന്ന് പറഞ്ഞു വിടാൻ ആളുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരുണ്ട്. ഇവിടെ അവർക്ക് വേറെ ആരും ഒരു അന്വേഷിക്കാനില്ല. അപ്പൊ അവിടെ നമ്മുടെ സഭകളുടെ ഇതെന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവരൊരു സ്പിരിച്വൽ ഇതിലേക്ക് നമ്മൾ ചേർത്ത് നിർത്തുകയും അവരുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും അവരെ ഒരു മോറൽ ഫ്രെയിംവർക്കിനകത്തേക്ക് ഓറിയന്റേഷൻ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടുവരാനുള്ളതായ ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ സാധിക്കില്ല. അവിടെയാണ് ഇപ്പം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ, നമുക്ക് പള്ളികളില്ല, കുറച്ച് 10-25 രൂപ വരുള്ളൂ. അവിടെയാണ് ഇതര സഭകളുടെ നമ്മൾ നല്ലൊരു എക്യുമെനിക്കൽ ബന്ധത്തിൽ അവരുടെ പള്ളികളും സ്ഥാപനങ്ങളും ഇതൊക്കെ നമുക്ക് നമ്മുടെ ആരാധനയ്ക്കായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുമായിട്ട് പിന്നെ ഒരു ഇത് ചെയ്യാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻകൾച്ചറൈസേഷൻ. അതായത് ഇവിടവുമായിട്ട് ഇൻ്റഗ്രേഷൻ എന്ന് പറയും നമ്മൾ. ഇൻ്റഗ്രേഷൻ, അസിമിലേഷൻ അല്ല. ഈ രാജ്യത്തെ നിയമങ്ങൾ ഇവിടെ വന്നാൽ ഇവിടുത്തെ നിയമം അനുസരിച്ച് ജീവിക്കണം. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ നാട്ടിലെ പോലെ എല്ലാം കാണിച്ചുകൊണ്ട് നടക്കാമെന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് നിയമങ്ങൾ അനുസരിക്കുക, എന്നാൽ നമ്മുടെ കൾച്ചറൽ നല്ല എലമെന്റ്, അതാണ് ഇവിടുത്തുകാരെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കോൺട്രിബ്യൂഷൻ, കൾച്ചറൽ കോൺട്രിബ്യൂഷൻ. അത് കൾച്ചറൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വഴിക്കോട് നമ്മൾ പാട്ടും പാടി ബഹളം ഉണ്ടാക്കി നടക്കുകയല്ല. ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ഈ രാജ്യത്തിന്റെ ഈ മണ്ണുമായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ അസിമുലേറ്റ് ചെയ്തത് ഇവിടെ ഉള്ളതെല്ലാം. അതാണ് യോസേപ്പിന്റെ ഒരു പ്രത്യേകത. എന്താ, അവന് ഒത്തിരി നഷ്ടപ്പെട്ടു പോകാവുന്ന, അവൻ നശിക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ട് അവരുമായിട്ട് വളരെ നല്ല രീതിയിൽ ചേർന്നു.
പക്ഷെ അവൻ ആരാന്നുള്ള ബോധ്യത്തോടു കൂടി അവൻ മുമ്പോട്ട് അവൻ്റെ ആ ഐഡന്റിറ്റി അവൻ കീപ്പ് ചെയ്തോളൂ. നമുക്ക് ഒത്തിരി നല്ല ഫാമിലി കൾച്ചർ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലുത്. അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ റിലീജിയോസിറ്റി, ഈ കാര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ സാധ്യതകൾ ഞാനിപ്പോഴത്തെ നമ്മുടെ പിള്ളേരോട് പറയും. അവർ രണ്ട് ലോകത്ത് നമ്മുടെ കൊച്ചുങ്ങൾ ജീവിക്കുന്നത്. വീടിൻ്റെ അകത്ത് ഒരു ലോകവും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വീട്ടിൽ അപ്പനും അമ്മയും പറയും നീ ഇത് മറ്റേ ഇതിനൊന്നും പോകരുത്. അവർ നോക്കുമ്പോൾ അവിടെ തന്നെ വേറെ ആരും പള്ളി പോകണില്ല. മാത്രമല്ല കൂട്ടുകാരും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമായിട്ട് നടക്കുന്നു. 10-12 വയസ്സ് കഴിയുമ്പോൾ അപ്പോൾ എനിക്ക് പാടില്ല ഇത്. വീട്ടിൽ വരുമ്പോൾ അയ്യോ മക്കളെ നമുക്ക് കുടുംബമുണ്ട്, വിവാഹം കഴിക്കണത്. അപ്പൊ ഇവരൊരു രണ്ട് ലോകത്താണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് നമ്മളുടെ ഇതിലേക്ക് ഇവരെ ഇത് ചെയ്ത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ വീടുകൾക്കും സഭയ്ക്കുള്ളൊരു ദൗത്യമുണ്ട്. ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ അറിയാൻ പ്രധാനമായി 2 സ്ഥലങ്ങളേ ഉള്ളൂ, വീടും ആരാധനാ സ്ഥലം. അപ്പൊ അവിടുന്ന് അത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ റിലീജിയസ് എഡ്യൂക്കേഷൻ ഉണ്ട്, ഞാനിവിടെ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളുകളിൽ പലതരം. പക്ഷെ അവിടെയൊക്കെ കിട്ടുന്ന പറഞ്ഞൊരു ഫോർമൽ ഇതിൻ്റെ ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാളിലെ തന്നെ വീടുകളിൽ അവർക്ക് ബാക്കിയുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ ആ പെഡഗോഗിക് മെത്തേഡും നമ്മുടെ ഇതുണ്ടല്ലോ, അതായത് പേരന്റിങ്, നമ്മളൊരു ഹാർഷ് നാട്ടിലെ രീതി കൊണ്ടൊന്നും നടക്കില്ല. ഇവിടെ ഒരാൾ കൊച്ചുങ്ങളോട് നോ എന്ന് പറഞ്ഞാൽ, യൂറോപ്യൻസ്, ഞാൻ ക്വാളിറ്റിയായിട്ടാണ്, നോ എന്ന് പറഞ്ഞാൽ അത് നോയാ. പക്ഷെ അവർ പറയും വായി മോനെ അത് നോയാണ് ഇന്ന്, എന്നിട്ട് അവര് അത് ചെയ്യില്ല. അവർ നമ്മളെ പലപ്പോഴും തന്നെയാണ് നോ എന്ന് ചെയ്യരുത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മറുപടി കൊടുക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളോട് അവരോട് നമ്മൾ പറഞ്ഞ എന്താ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഈ ടി വി കാണുന്നത്, നമ്മൾ എന്നിട്ട് പോയിരുന്ന് ടി വി കാണും. അപ്പൊ ഇവർക്ക് ബി എ ഗുഡ് എക്സാമ്പിൾ. അപ്പൊ നമ്മളുടെ ഈ മക്കളെ വീടുകളിലും ആരാധനയുമായിട്ട് ബന്ധപ്പെടുത്തി അതൊരു അനുഭവമാക്കി നിർത്തുക. പിന്നെ അവർക്ക് ലാംഗ്വേജ് ഇവിടെ വളരുന്നില്ല അല്ല. അപ്പൊ നമ്മുടെ ആരാധന ഇവിടുത്തെ പല പിള്ളേരും നമ്മുടെ ദൈവത്തിന്റെ കൊണ്ട് നമ്മുടെ മക്കളൊക്കെ തന്നെ മലയാളമൊക്കെ അറിയാവുന്നവരാണെങ്കിൽ പോലും നമ്മൾ ഗ്രാജുവലി ആരാധനാ ഭാഷകൾ ഒക്കെ ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേരെയും കൂടെ നമ്മളതിനകത്ത് കണ്ടുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുവാൻ തക്കവണ്ണം ഇവരെ എക്വിപ്പ് ചെയ്തെടുക്കുക. ആ ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയിൽ ഈ കോപ്റ്റിക് ചർച്ചിൻ്റെ ഒരു വലിയ പ്രത്യേകത ഞാൻ കാണുന്നതാണ്. അവരുടെ ട്രഡീഷനും മോഡേണിറ്റിയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് പോകുക. ഈ യഥാർത്ഥത്തിൽ തിരുമേനി പറഞ്ഞതുപോലെ ഒരു മൈഗ്രേഷൻ നടക്കുന്നു, ഇവിടെ വന്ന് സഭയുമായി ചേർന്നിട്ടൊക്കെ മുമ്പോട്ട് പോകുന്നു. പിന്നീടുള്ള ഈ ഒരു പിള്ളേരൊരു ടീനേജിലേക്ക് എത്തുമ്പോഴാണ് പേരൻറ്റിങ്ങിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം. പിള്ളേർക്ക് അമിത സ്വാതന്ത്ര്യമുണ്ട്. നമ്മളുടെ ഒരു കൾച്ചറിനോട് ചേർത്ത് നിർത്തി അവരെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് സമയമാണ് യൂറോപ്പിലും ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം. അവിടെയാണ് സഭകളുടെ ഇടവകകളുടെ വലിയൊരു പ്രാധാന്യമുണ്ട്. ഒപ്പം പാരൻസ് അപ്പോൾ ചെയ്യേണ്ടത് ചെറുപ്പം മുതലേ കുട്ടികളെ പള്ളികളിൽ കൊണ്ടുപോവുക, ആരാധനയിൽ സംബന്ധിപ്പിക്കുക, നമ്മുടെ ആ കൾച്ചറുമായിട്ട് ചേർത്ത് നിർത്തി കൊണ്ടുപോകുക അല്ലെ. അതൊരു അച്ഛൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോ 93-ലാണ് യൂറോപ്പിൽ വരുന്നത് ആദ്യമായിട്ട്. ആ സമയത്ത് നമ്മുടെ ഒറ്റപ്പെട്ട മലയാളി ഫാമിലികളിലെ കുറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരൊക്കെ കണ്ണുനീരോടെ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. തിരുമേനി, ഞങ്ങളുടെ ജീവിതം വേസ്റ്റായി. എന്താ? മലയാളി എന്നും മലയാളിയുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അവരുടെ ഇതന്നെ എൻ്റെ മക്കള് അവരാവണം, അവരുടെ കുഞ്ഞുമക്കള്, അവർക്ക് വീടുണ്ടാവണം, ജോലി ഉണ്ടാവണം, അവർക്ക് വേണ്ടി ജീവിക്കാൻ അവർ പലപ്പോഴും മാത്രമേ അറിയണം. അപ്പൊ അവർക്ക് പ്രതീക്ഷകളും ഉണ്ടാവും മക്കളെ കുറിച്ച്. അപ്പൊ അന്ന് വന്നവരെന്താ, ഇവിടെ ഒരു മലയാളം പറയാനുള്ള കമ്മ്യൂണിറ്റി ഇല്ല, കുർബാന നടക്കുന്ന ഇതില്ല. ഈ പിള്ളേര് ഇവരുടെ തനി അതാത് കൾച്ചറിലേക്ക് അതുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കും വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല. നേരെ മറിച്ച് ഞാൻ ഉദാഹരണം പറയാം. വിയന്ന, സ്വിറ്റ്സർലൻഡ്. ആദ്യകാലത്ത് നമ്മൾ 25 വർഷത്തിൽ കൂടുതലായത് ഈ പള്ളി ഉണ്ടായതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇവിടെ ആരാധനയ്ക്ക് വരും ഈ കൊച്ചുങ്ങൾ തമ്മിൽ, ഈ ഫാമിലികൾ തമ്മിൽ, ഈ ബന്ധത്തിൽ ഈ കുഞ്ഞുങ്ങൾ നല്ല ഭംഗിയായിട്ട് നമ്മുടെ മലയാളം പറയും, മലയാളം വായിക്കും. ഞാൻ മലയാളത്തിന്റെ ഇത് പറയാനല്ല, ആ കൾച്ചറിൽ ഇതിനകത്ത് ഇവര് ഇത് വന്നു. അതുകൊണ്ട് അച്ഛൻ നോക്കിക്കോ, അവിടെയൊക്കെ എന്തോരം വിവാഹങ്ങള് എല്ലാം ആ ഒരു ഫാമിലി ഇതിനകത്തേക്ക് വന്ന സംഗതികള്. മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇവര് ആ ഫാമിലി ബോണ്ടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതായത് കുട്ടികള് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ നാടൻ കുട്ടികളും പുറത്തേക്ക് പോകുമ്പോൾ മാത്രമല്ല അതിൻ്റെ അത് വേറെ പ്രത്യേകതയോടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത്
ഈ ആരാധനയ്ക്ക് വരികയും കൊണ്ടുവരുന്നതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് ഇവരിതിനകത്ത് അങ്ങ് വളരുകയാണ്. ഇപ്പം നമുക്കറിയാം ഈ മരം, ഇപ്പം നമ്മളിവിടെ നിൽക്കുന്ന ഈ മരം, ഇതിന് അതിൻ്റെ വേര് താഴത്തേക്കുണ്ടെങ്കിൽ ഇപ്പം കാറ്റ് നല്ല ഏത് കാറ്റ് വന്നാലും ഇത് അങ്ങോട്ടും നാടും ഇങ്ങോട്ടും നാടും, പക്ഷെ അവിടെ നിൽക്കും. ഇതുപോലെയാണ് നമ്മൾ കുഞ്ഞുനാളിലെ മുതൽ ദൈവത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചുമുള്ള ഹൃദയത്തിലേക്ക് അത് ആരാധനയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ചില സംഗതികൾ നമ്മളത് ശീലങ്ങളാക്കണം. ഉദാഹരണത്തിന് ഇവിടെ താമസിക്കുന്ന മലയാളികൾ, അവര് 50 വർഷം കഴിഞ്ഞാൽ അവർക്കൊരു ചോറ് കിട്ടിയില്ലെങ്കിൽ വലിയ പാടാണ്. ഇവിടെ എന്തെല്ലാം നല്ല ഭക്ഷണമുണ്ട്, എന്താ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതുപോലൊരു ബന്ധം നമുക്കിവിടെ എന്തെല്ലാം സുന്ദരന്മാരും സുന്ദരികളായ ആളുകളുണ്ട്. നമ്മുടെ അപ്പനും അമ്മയും സഹോദരനും സഹോദരിയും കുറച്ചുകൾ കണ്ട് നമ്മൾ മിസ് ചെയ്യില്ലേ? എന്തുകൊണ്ടാ? ആ ഒരു ബന്ധം, ഇതുപോലെ ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടായി കൊടുത്തു കഴിയുമ്പോൾ ആരാധനയിലൂടെ അവർക്കത് കിട്ടിയില്ലെങ്കിൽ മിസ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഈ യുവതലമുറയെ, ഇവിടെ നമ്മുടെ മക്കളെ ആ ഒരു ഓറിയന്റേഷനിലേക്ക് വളർത്തിക്കഴിഞ്ഞാൽ അവരുടെ ഇവിടുത്തെ ടീനേജിലേക്കൊക്കെ വരുമ്പോൾ അവർ കുറച്ച്, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ പലരും ഇടയ്ക്കൊന്ന് മാറിയാലും ഫാമിലിയായി കഴിയുമ്പോഴല്ലോ വരികയാണ് അവർ ഉള്ളിൽ കിടക്കണം എൻ്റെ കൊച്ചിനെ ഇങ്ങനെ. പക്ഷെ അതിന് അവർക്ക് നമ്മൾ ചെറുപ്പത്തിലേക്ക് കൊടുത്തിരിക്കണം അത്. അപ്പൊ അതുകൊണ്ട് അവരെയും, പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ ഇന്നലെ മെസ്സേജ് കൊടുത്തപ്പോൾ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ പിള്ളേരെ അവരുടെ ഇപ്പൊ പള്ളികളിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ആളുകള് നാട്ടിലെ ചില രീതികൾ, ഇപ്പൊ പൊതുയോഗങ്ങൾ, നമ്മുടെ ജനറൽ ബോഡിയൊക്കെ നടക്കുമ്പോൾ പല സ്ഥലത്തും അവരവിടെ ഒച്ചയും ബഹളവും ചീത്തയും, അത് ഈ പിള്ളേർക്ക് കൗണ്ടർ വിറ്റ്നസ് ആണ്. അവർ പറയും ഇവിടുത്തെ പിള്ളേർക്ക് ജെനുവിനാണ്. ഞങ്ങളിവിടെ വരുന്നതിനാ പ്രാർത്ഥിക്കാൻ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പിള്ളേരോട് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പിള്ളേരെ പോലെയല്ല. അതോടുകൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവിടെ ഇവരുടെ ഒരു തലത്തിൽ, ഇവരുടെ ഇന്റലക്ച്വൽ തലം എന്ന് പറഞ്ഞ വേറെ ഇതാണ്. നമ്മൾ റാഷണലായിട്ട് ഒത്തിരി ചിന്തിക്കുന്നതാണ്. ആ തലത്തിൽ നമ്മുടെ ഫെയ്ത്തും നമ്മുടെ ലിറ്റർജിയും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് കൂടെ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഉള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഞാൻ കണ്ടേക്കുന്ന നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, ഇവിടുത്തെ പിള്ളേർക്ക് ഇപ്പൊ നമ്മുടെ ഏജുകാരുമായിട്ട് അവർക്ക് ഇവരുമായിട്ട് ഇവർ ഇത് ചെയ്യും. അപ്പൊ ഇവര് നമ്മളിലൊരു നല്ലൊരു ഇന്ററാക്ഷൻ നടക്കും. അപ്പൊ അത് കുറച്ചുകൂടി ഒരു കൾച്ചറൽ ഇതിനകത്ത് ഇവർ സിംഗിങ്ങിന് ഇപ്പൊ ഇവർക്കാണെങ്കിലും അത് സപ്പോർട്ടീവ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു മ്യൂച്വൽ ബെനിഫിറ്റ് ആയിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്നവര് ചെറുപ്പക്കാര് അവർക്കിവിടെ പുതിയ സാഹചര്യങ്ങളിൽ ഫ്രീഡത്തെ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാം, എങ്ങനെ വിശ്വാസത്തിൽ നിന്ന് മാറാതെ ഇത് നിലനിർത്തിക്കൊണ്ട് പോകാം, അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി ഇവിടെ ജനിച്ചു വളരുന്ന അടുത്ത ജനറേഷനെ ഇവിടുത്തെ കോണ്ടെക്സ്റ്റിന്റെ അകത്ത് തന്നെ എക്യുപ്പാക്കിക്കൊണ്ട്, എന്നാൽ ആരാധനയും വിശ്വാസവും ഇതൊക്കെ അവർക്ക് ജീവിതത്തിന്റെ ഭാഗമാക്കി ആ വിത്തുകൾ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അതിനകത്ത് ലിറ്റർജിയിൽ വേണം, നമ്മുടെ ഇന്ററാക്ഷൻസിൽ വേണം, കമ്മ്യൂണിക്കേഷനിൽ വേണം. അതിന് നമുക്ക് നിങ്ങളെപ്പോലുള്ളതായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതായ നമുക്ക് നല്ലൊരു ക്ലർജി ഇവിടെ വേണം, നമുക്ക് വേണം. അപ്പോൾ അത് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറഞ്ഞത്. അതല്ലെങ്കിൽ വലിയ ക്രൈസിസ് ആണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. തിരുമേനി, അപ്പോൾ ഈ നമ്മളുടെ ഈ ഒരു കാഴ്ചപ്പാട് യൂറോപ്പിലേക്കും വിദേശത്തേക്കും വരുന്നവര്, പ്രത്യേകിച്ച് നാട്ടിലുള്ള പേരൻസും അവരുടെ ബന്ധുമിത്രാദികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഏറ്റവും അടുത്തുള്ള പള്ളികളിൽ പോകണം, അവിടുത്തെ അച്ഛന്മാരെ ബന്ധപ്പെടണം, അല്ലെങ്കിൽ അവിടുത്തെ തിരുമേനിയെ ബന്ധപ്പെടണം എന്ന് പറഞ്ഞു കൊടുക്കുകകൂടി ചെയ്യണം. പൈസ കൊടുത്ത് വെറുതെ വിടുന്നതിന് പറഞ്ഞു. കാരണം ഇവിടുത്തെ സാഹചര്യം അതാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യാം. തിരുമേനി, നമ്മളിപ്പോ ഈ യൂറോപ്പിന്റെ ഒരു പശ്ചാത്തലം നോക്കിയാൽ തന്നെ നമ്മളെല്ലാം ഇപ്പൊ ഇവിടുത്തെ രാജ്യങ്ങളിലെല്ലാം ഏത് സമയത്ത് വേണമെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകാം. നിങ്ങൾ കരുതലോടെ ഇരിക്കുന്നത് ഗവൺമെന്റ് തന്നെ നമ്മളോട് ഉപദേശിക്കുകയാണ്, വെള്ളം ബാറ്ററി ഒക്കെ കരുതണമെന്ന് പറഞ്ഞിട്ട്. ഇനി ലോകത്ത് മൊത്തത്തിൽ നോക്കിയാലും ഒരു ഭീകര അല്ലെങ്കിൽ ഒരു പരിഭ്രാന്തി എല്ലാവർക്കും ഉണ്ട്. ഇനി നമ്മൾ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് പോയാൽ പോലും നമ്മളുടെ സ്വാതന്ത്ര്യങ്ങൾക്കൊക്കെ എവിടെയോ ഒരു തടസ്സമുണ്ടോ എന്നൊക്കെ ഒരു ആശങ്കയുണ്ട്. അതൊക്കെ തിരുമേനി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തുടങ്ങാം. ഇന്ത്യ എന്ന് പറയുന്നത് അതൊരു വണ്ടറാണ്. എനിക്ക് അഭിമാനമാണ് നമ്മുടെ നാടിനെ കുറിച്ച്. ഞാനിപ്പോൾ അന്താരാഷ്ട്ര സെമിനാറുകളിലൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, നമ്മുടെ നാടിൻ്റെ ഒരു ചൈതന്യം. ഇവരൊക്കെ
ഈ റിലീജിയസ് പ്ലൂറലിസവും എക്യുമിനിസം ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങളിത് ഇവിടെ സെമിനാറുകളാണ്, ഞങ്ങളവിടെ ജീവിക്കുകയാണ്. സംവത്സരങ്ങളായിട്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ജൈനനും പാഴ്സിയും ഏകോദര സഭകൾ ഒരു പള്ളിയിൽ പെരുന്നാൾ വരുമ്പോൾ അവിടെ വരുന്ന പകുതി നമ്മുടെ മറ്റ് ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ഇപ്പോൾ ഒരു പ്രൊസഷൻ പോയി കഴിയുമ്പോൾ വീടിൻ്റെ മുമ്പിൽ തിരിയും കത്തിച്ച് വെച്ച് അച്ഛൻ അതൊരു ഭയങ്കര നമ്മുടെ ഒരു യുണീക്ക്നെസ് ആണ്. അവിടെയാണ് അച്ഛൻ ചോദിച്ച ചോദ്യം. അവിടെ ഞാൻ കാണുന്നത് ക്രിസ്തീയ സഭ 2000 വർഷമായി അവിടെ കടന്നു വന്നിട്ട് മറ്റ് സമുദായങ്ങൾ ഇസ്ലാം ഉൾപ്പെടെയുള്ള എല്ലാ മതങ്ങൾ വരുമ്പോൾ പെർസിക്യൂഷൻ കൂടാതെ ഇത്രയും സർവൈവ് ചെയ്ത വേറെ ഏതെങ്കിലും രാജ്യം ലോകത്തുണ്ടാവുമോ? അവരെ എങ്ങനെയാണ് സ്വീകരിച്ചത്? അതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം, ഭാരതത്തിൻ്റെ ആ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. ഏകം സത് വിപ്ര ബഹുത വദന്തി, സത്യം ഒന്ന് മാത്രം. ഋഷിവരന്മാർ അതിനെ പലതായിട്ട് വ്യാഖ്യാനിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ വസുദൈക കുടുംബകം എന്ന് പറഞ്ഞ ലോകം മുഴുവനും ഒരു കുടുംബമാണെന്നുള്ള കാഴ്ചപ്പാട്. അപ്പൊ ആ ഒരു കൾച്ചറാണ് നമ്മൾ ഇത്രയും കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സഭയും അവിടെ നമ്മുടെ സഭയുടെ ഒരു പ്രത്യേകത ഫ്രം ദി ബിഗിനിങ് അത് ആ കൾച്ചറുമായിട്ട് സംസ്കാരവുമായിട്ട് അങ്ങ് ഇഴുകിച്ചായിരുന്നു. അത് വലിയൊരു മിഷണറി ഇത് അതിനകത്തുണ്ടായില്ല ഇന്ത്യയിൽ ആ സമയത്ത്. ഈ സുറിയാനി സഭ ചൈന വരെയും മിഷണം കൊണ്ട് പോയ സഭയാണ്. അപ്പോൾ ഇത്രയും കാലം ഈ ഒരു റിലീജിയൻ എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും അകറ്റി നിർത്തിയില്ല. പക്ഷെ ഇപ്പോൾ ചില മറ്റുള്ള ശക്തികളുടെ ഇതുകൊണ്ട് റിലീജിയനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ, ഓരോരുത്തരവനും സങ്കുചിതമായി അവൻ്റെ മതം അവൻ്റെ ഇതിലേക്ക് സഭ അവൻ്റെ ഇതിലേക്ക് ആ ഒരു ടെൻഡൻസി പല മോട്ടീവ്സിനും വേണ്ടി മിസ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ബോധപൂർവമായിട്ടുള്ളതായ നമ്മളുടെ നാടിൻ്റെ മതേതരത്വവും ആ നാടിൻ്റെ നമ്മളുടെ ഒരു ആ ചൈതന്യവും നഷ്ടപ്പെട്ടു പോകാതെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള ഇത് നമ്മുടെ അതുണ്ടാകണം. അവിടെയാണ് പല സ്പാർക്കിങ്ങൾ, അവിടെ ചെറിയ സ്പാർക്കിങ് മതി, അത് ഒത്തിരി പേര് പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കരുതലോടുകൂടെ നമ്മളൊരു ജനതയാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പം എന്നോട് പലരും ചോദിക്കും നിന്റെ ഐഡന്റിറ്റി എന്താ? ഞാൻ പറഞ്ഞു ഞാനൊരു അതായത് ഇൻ മൈ കൾച്ചർ ഐ എം എ ഹിന്ദു. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദു മതമല്ല, ഹിന്ദു എന്നുള്ളതാണ്. ഇൻ മൈ ഫെയ്ത്ത് ഐ എം എ ക്രിസ്ത്യൻ, ഇൻ മൈ ട്രഡീഷൻ ഐ എം എ സിറിയൻ ഓർത്തഡോക്സ്. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. അപ്പൊ അത് തന്നെയാണ് അവിടുത്തെ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വളർന്നു വരുന്ന സ്വാതന്ത്ര്യങ്ങൾ അതൊരു വലിയ ആശങ്ക ഉളവാക്കുന്നുണ്ട് പലരും. അപ്പോൾ അത് ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന് ഇതുപോലെ അവകാശങ്ങൾ തന്നിരിക്കുന്ന രാജ്യം വേറെ ഇതുള്ള അതൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ശക്തിയാണ്. അപ്പൊ അത് സംരക്ഷിക്കപ്പെട്ട് ആ മതേതരത്വം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് ലോകത്തിന്. കാരണം അതല്ലെങ്കിൽ ഇന്ത്യ കാണാതായിത്തീരും. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ പുറത്തുള്ള ട്രെറ്റ് വരുമ്പോൾ അകത്ത് ഡിസിൻറ്റിഗ്രേറ്റഡ് ആണെങ്കിൽ നമ്മൾ തകർന്നു. അതുകൊണ്ടാണ് ഒരു സ്വയം ചിത്രിക്കുന്ന ഒരു ഇത് നിലനിൽക്കില്ല എന്ന് കർത്താവ് വരെ പറഞ്ഞത്. അവിടെ നമ്മൾ ഒരു യൂണിറ്റി ഓഫ് അവർ നേഷൻ, പിന്നെ റിലീജിയസ് പ്ലൂറാലിറ്റി, അത് നമ്മുടെ സൗന്ദര്യമാണ്, അത് നമ്മളുടെ ശക്തിയാണ്. അതിനെ നശിപ്പിച്ചു കളഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഒരു കാര്യം അച്ഛൻ ചോദിച്ചത്, യൂറോപ്പിലൊക്കെ ഈ യുദ്ധത്തിൻ്റെ ഇന്നും മനുഷ്യകുലം യുദ്ധം കണ്ടിട്ടുണ്ട്. പക്ഷേ പണ്ടത്തുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ 4 ആളുകൾ ചെന്ന് ഇത് ചെയ്യുന്നു. വേൾഡ് വാറാണ് നമ്മൾ കണ്ട ഭീകരമായ മുഖം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ മനുഷ്യകുലം ടെക്നോളജിയിലൂടെയും സയൻസിലൂടെയും നേടിയിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് കണക്കില്ല. അതിന് ഒത്തിരി പോസിറ്റീവ് ഇതുണ്ട്. അവിടെ അത് ഡിസ്ട്രക്റ്റീവായിട്ട് മനുഷ്യന്റെ സ്വാർത്ഥത, എൻ്റെ ഒരു രാജ്യത്തിന് മാത്രം, വലിയൊരു സമൂഹത്തിന് മാത്രം സർവൈവ് ചെയ്യാനും അറ്റ് ദി കോസ്റ്റ് ഓഫ് അതേഴ്സ്, ആ ഒരു ഈഗോയിസ്റ്റിക് ഇതിലേക്ക് അതിൽ നിന്ന് ലോകം മാറിയാലേ പറ്റുള്ളൂ. രാഷ്ട്രങ്ങളും സമൂഹങ്ങളും എല്ലാം മാറിയാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിനുള്ളതായ സ്പാർക്കിങ്ങുകൾ ഇവിടെയുണ്ട്. അപ്പം ഇവിടെയാണ് ക്രിസ്ത്യൻ യഥാർത്ഥ റിയൽ ക്രിസ്ത്യൻ കൾച്ചർ യൂറോപ്പിലേക്ക് ഇവിടുത്തെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് സങ്കടമുണ്ട് പലപ്പോഴും. ഇവിടുത്തെ ഡെമോക്രസിയും ഹ്യൂമൻ റൈറ്റ്സും അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ ഫ്രീഡവും ഇതെല്ലാം ഇവിടുത്തെ ചർച്ചുമായിട്ട് ഇൻ്റഗ്രലി റിലേറ്റഡ് ഈ കൾച്ചറുമായിട്ട്.
അതെല്ലാം ഇവിടുന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാടിൻ്റെ തന്നെ ഒരു ഡിക്കയിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മളുടെ ഒരു റീഗെയിനിങ് ആൻഡ് അതിന് പറയും നമ്മൾ ഒരു വാക്കുണ്ട്, അതിന് നമ്മൾ അത് തിരിച്ച് പിടിച്ചെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. അതേസമയം തന്നെ ഈ ഒറ്റ ഇത് അവസാനിപ്പിച്ചാൽ മതി, എൻ്റെ രാഷ്ട്രമോ അല്ലെങ്കിൽ എൻ്റെ സമൂഹമോ മാത്രം സർവൈവ് ചെയ്താൽ പോരാ, സകലരും ഒരു ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഒരു ഗ്ലോബൽ വെൽബീയിങ്, അതാണ് ഓയിക്കോസ്, ആ ഒരു ഇക്കോണമി, അതിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായ ഒരു പ്രയാണം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് എന്നും ഈ ത്രെട്ടില്ല. കാരണം ക്ഷാമവും ഫാമിൻ, അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇഷ്ടം പോലെ മനുഷ്യൻ്റെ ഇതുകൊണ്ട് ഇപ്പം പ്രകൃതി വരുന്നു. അതിൻ്റെ കൂടെ ഹ്യൂമൻ മെയ്ഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സൂടെ വന്നു കഴിഞ്ഞാൽ മനുഷ്യകുലത്തിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ വേൾഡ് പീസ് അതൊക്കെയാണ് കേരളം ചെയ്ത മാർപ്പാപ്പയൊക്കെ ഇപ്പോഴും. അതായത് ആ വേൾഡ് പീസ്, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുന്ന ഓരോ പൗരൻ്റെയും, ഓരോ മനുഷ്യൻ്റെയും, ഓരോ രാഷ്ട്രത്തിൻ്റെയും എല്ലാവരുടെയും ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, അതിനെ എയിം വെച്ചുകൊണ്ട് നമുക്ക് ചെറിയ തലങ്ങളിൽ സാധിക്കുന്ന, അതിനെ എയിം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ളതായ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ വ്യത്യസ്തതകൾ, നമ്മളുടെ അവർ ഡിഫറൻസസ് അല്ലെങ്കിൽ ദി ഡിഫറെൻറ്റ് പീപ്പിൾ, ദേ ആർ നോട്ട് അവർ എനിമീസ്. അത് നമ്മുടെ ഒരു റിച്ച്നെസ് ആയിട്ട് കാണാൻ സാധിക്കണം. ഈ വ്യത്യസ്തതകൾ നമുക്ക് ഒരു വലിയ റിച്ച്നെസ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുമ്പോഴാണ് ഇതര സംസ്കാരങ്ങളും ഇതര മതങ്ങളും ഇതര രാജ്യങ്ങളും ഒക്കെ നമ്മളുടെ ഒരു വലിയ സമ്പന്നതയായിട്ട് കാണാനായിട്ട് സാധിച്ചു കഴിയുമ്പോഴാണ് അപരൻ എൻ്റെ ശത്രുവല്ല, പിൽഗ്രീം ഒരു സഹയാത്രികനാണെന്നുള്ള കാഴ്ചപ്പാടുകൾ. തിരുമേനിയുടെ ജീവിത വഴികളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഒരുപാട് ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പരിശുദ്ധ സഭയുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. നമ്മളിപ്പോഴുള്ളത് പോളണ്ടിന്റെ ക്രാക്കോ എന്ന് പറയുന്ന സ്ഥലത്താണ്. യാദൃശ്ചികമായിട്ട് നമുക്ക് ഇത്രയധികം സംസാരിക്കാൻ പറ്റി. തിരുമേനിയോട് ഒരുപാട് നന്ദി പറയുന്നു. തിരുമേനിയുടെ ഈ വാക്കുകൾ ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ, വലിയൊരു അറിവായി മാറട്ടെ. ഒരുപാട് നന്ദി തിരുമേനി. അച്ഛൻ 15 വർഷമായിട്ട് ഇവിടെ അച്ഛൻ നാട്ടിലെ നമ്മുടെ കാര്യം ചെയ്ത ശ്രേഷ്ഠ ബാവായുടെ സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്ന കാലം മുതൽ എനിക്കറിയാം. അച്ഛൻ ഇവിടെ വന്നതിന് ശേഷം വിശ്രമമില്ലാതെ ഇപ്പോൾ അച്ഛൻ ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, അതിനിടയ്ക്ക് UK-യിലും ഒക്കെ പള്ളികളും പ്രത്യേകിച്ച് യൂത്തിന് വലിയൊരു ഇൻസ്പിറേഷനായിട്ട് അച്ഛൻ്റെ ശുശ്രൂഷകൾ. ഇപ്പോൾ വനിതാ സമാജത്തിൻ്റെ ചുമതല അച്ഛനെ ഏൽപ്പിച്ചതിന് ശേഷം ആ എക്സലൻസ് യൂറോപ്യൻ വനിതാ സമാജ എക്സലൻസ് അവാർഡ് 1,00,000 രൂപയും നമ്മുടെ നാട്ടിൽ, അത് വലിയ പ്രചോദനം. നാട്ടിലെ നമ്മളിവിടെ വലിയ സമ്പന്നതയിൽ നിന്നുള്ള ഏറ്റവും ചെറിയ കൂട്ടായ്മകളാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. പക്ഷെ അച്ഛൻ്റെ ഒരു നല്ല ലീഡർഷിപ്പ്, ഐ ആം നോട്ട് കജോളിങ്, അത് നമുക്ക് വലിയ അനുഗ്രഹമാണ്. ഞാനിപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ ഒരു പ്രസൻസും അച്ഛൻ്റെ ഇവിടുത്തെ ശുശ്രൂഷകളും നമുക്ക് സഭയ്ക്ക് വലിയ അനുഗ്രഹവും വലിയ ഒരു മുതൽക്കൂട്ടുമാണ്. പ്രത്യേകിച്ച് ഈ മീഡിയ രംഗത്തൂടെ അച്ഛൻ ഇത്രയും ഒരു വലിയ സ്വന്തം ഇനിഷ്യേറ്റീവിൽ ചെയ്യുന്ന ഇതെല്ലാം അത് നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും ഇവിടെയുള്ള പ്രത്യേകിച്ച് യൂറോപ്പിൽ നമ്മുടെ മക്കൾക്കും ഒക്കെ വലിയ അനുഗ്രഹമായിട്ടുണ്ട്. അച്ഛൻ്റെ ആത്മീയ യാത്രയിലും അച്ഛൻ്റെ ജീവിതയാത്രയിലും ദൈവം കൂടെ ഇരുന്ന് എല്ലാ കൃപകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിൽ നമുക്ക് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ച വിശ്വാസത്തിൽ യാതൊരു ഇതും പ്രശ്നങ്ങളും തകർച്ചകളും വരാതെ മുന്നോട്ട് പോകാൻ നമുക്ക് പരിശുദ്ധ സിംഹാസനത്തോട് ചേർന്ന് നിൽക്കാം. ശ്രേഷ്ഠ ബാവായ്ക്ക് വേണ്ടി, പരിശുദ്ധ പാത്രികീസ് ബാവായ്ക്ക്, ശ്രേഷ്ഠ ബാവായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തെ ആകമാനമുള്ള നമ്മുടെ സഭാമക്കൾക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും. നിങ്ങൾ ഇവിടെയുള്ള വൈദികരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ത്യാഗം സഹിച്ച് എത്രയോ സ്ഥലങ്ങൾ രാജ്യങ്ങളോടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് ആദ്യമേ തന്നെ നിങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സഭയുടെ ഈ സോൾജിയേഴ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടെ ഇക്യുമിനിസോടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ അവിടെ നിന്ന് വരുന്ന മക്കൾ, അച്ഛൻ പറഞ്ഞ ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊക്കെയുള്ള എൻ്റെ ഏറ്റവും വലിയ അഭ്യർത്ഥനയും അത് തന്നെയാണ്. നാട്ടിൽ നിന്ന് നിങ്ങൾ മക്കളെ വിടുമ്പോൾ ഇവിടെ ആദ്യം എവിടെയാണ് പള്ളി എന്നുള്ളത്
അന്വേഷിച്ച്, വെബ്സൈറ്റുകളുണ്ട്, അതല്ലെങ്കിൽ സെമിനാരിൽ വിളിച്ചു ചോദിച്ചാൽ മതി, പാത്രിക സെൻ്ററിൽ വിളിച്ച് അന്വേഷിക്കുക. അവരിവിടെ വന്ന് അവർക്കാവശ്യമുള്ള ആത്മീയ മാത്രമല്ല ഭൗതികമായ സൗകര്യങ്ങളും നമ്മളിവിടെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. മാസങ്ങളോളം ചില പിള്ളേർ നമ്മുടെ ആളുകളുടെ വീടുകളിൽ താമസിക്കുന്നു. അപ്പോൾ അവരുടെ അയ്യോ എന്ന് പറയുമ്പോൾ അവരെ കേൾക്കാനായിട്ട് ഓടിച്ചെല്ലാനായിട്ടുള്ള നമ്മുടെ ഇടവകളാണെന്നുള്ളത് മനസ്സിലാക്കുക. അത് പ്രത്യേകം മാതാപിതാക്കളെ ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇത്രയും സമയം അച്ഛനിതിന് സമയം കണ്ടെത്തിയത് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കും. ഒരുപാട് നന്ദി.